ഹലോ ആർമിസ്, ഇത് ആറിഷുവറിന്റെ 7th എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ എപ്പിസോഡ് പോകുന്നത്. ജങ്കുക്കും ജിമ്മിനും കാറിലിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് സ്നോയൊക്കെ കണ്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതിനിടയിൽ ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ കയറിയിട്ട് ഇവര് ഫുഡൊക്കെ മേടിക്കുന്നുണ്ട്. ജങ്കുക്കാണെങ്കിൽ കുറെ വെറൈറ്റി സ്നാക്സ് ഒക്കെ മാറി മാറി അവിടുന്ന് പെറുക്കി എടുത്ത് കളക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് നേരെ ഇവർ സ്റ്റേ ചെയ്യാനായിട്ടുള്ള സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ആ പ്ലേസ് കാണാൻ നല്ല ഭംഗിയാണ്, അതുകൊണ്ട് രണ്ടുപേർക്കും അത് ഇഷ്ടപ്പെട്ടു. നേരെ ബാത്റൂമിലോട്ടൊക്കെ വന്ന് ഇവര് നോക്കുന്നുണ്ട്. അവിടുത്തെ ജാക്കുസി ബാത്തൊക്കെ കൊള്ളാമെന്ന് ഇവര് പറയുന്നുണ്ട്. ഇതിനുശേഷമുള്ള സീനിൽ ജിമ്മിനാണെങ്കിൽ ഫോണിൽ എന്തൊക്കെയോ ചെയ്തിരിക്കുകയാണ്. ജങ്കുക്കിന്റെ മനസ്സിലാണെങ്കിൽ മുടി കുറച്ച് വളർന്നുകൊണ്ട് ഒരു ട്രാൻസ്ഫർമേഷൻ ആയാലോ എന്ന ചിന്ത വന്നു. നേരെ ബാത്റൂമിലേക്ക് പോയ ജങ്കുക്ക് പുതിയൊരു ഹെയർ കട്ട് പരീക്ഷിച്ചു. ഞങ്ങളുടെയൊക്കെ ഇവിടെ ഈ ഹെയർ സ്റ്റൈലിന് തൊപ്പി വെട്ടുക എന്നാണ് പറയുന്നത്. ഒരു മാമാട്ടിക്കുട്ടിയുടെ വേറൊരു ഹെയർ സ്റ്റൈലിലാണ് ജങ്കുക്ക് ട്രൈ ചെയ്തത്. ഒരു ബോൾ കട്ടാണ്. ഹെയർ കട്ട് ഒക്കെ കഴിഞ്ഞ് നേരെ വന്നപ്പോ ജിമ്മിൻ പറയുന്നുണ്ട്, ഇതെനിക്ക് അറിയാവുന്ന ട്രെയിനി ആയിരുന്ന ജങ്കുക്ക് അല്ലേ എന്ന്. പിന്നെ ഒരു സ്റ്റാഫ് വന്ന് ജങ്കുക്കിന്റെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ പറയുന്നുണ്ട് ജങ്കുക്കിനെ കാണുന്നത് ക്യൂട്ട് ആയിട്ടുണ്ടെന്ന്. നേരത്തെ സ്റ്റോറിൽ നിന്ന് ഓൾറെഡി ജങ്കുക്ക് കുറച്ച് കാർഡ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവർ അവിടുന്ന് മേടിച്ച ഒരു ട്രയാങ്കിൾ കിംബാമ്പ് വെച്ചാണ് ഇവര് മത്സരം തുടങ്ങിയത്. ഓരോ റൗണ്ടില് ജയിക്കുന്നവർക്ക് ഓരോ കിംബാമ്പിന്റെ ബൈറ്റ് എടുക്കാം. മത്സരം തുടരുമ്പോഴാണെങ്കിൽ ജിമ്മിൻ ഫസ്റ്റ് കടി എടുക്കും, രണ്ടാമത്തെ കടിയും ജിമ്മിന് തന്നെ. പാവം ജങ്കുക്കാണെങ്കിൽ ഈ കളി ഞാൻ ജയിക്കും എന്ന രീതിയിൽ ജിമ്മിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവസാനത്തെ ബൈറ്റും ജിമ്മിന് തന്നെ. ജിമ്മിനാണ് കളിയിൽ വിന്നായത്. ജങ്കുക്കിന് ഒരു ബൈറ്റും കിട്ടിയില്ല. ഇവിടുന്ന് നേരെ ഇവര് ചാക്കുസി ബാത്തിന്റെ അങ്ങോട്ടാണ് വരുന്നത്. ഈ ഭാഗം കുറച്ച് മ്യൂട്ട് ചെയ്ത് വേണം ഗൈസ് കേൾക്കാൻ, കാരണം രണ്ടുപേരും കാറിക്കൊണ്ടിരിക്കുകയാണ്. ജിമ്മിന്റെ ശബ്ദമാണെങ്കിൽ കുറച്ച് ഒച്ച വെച്ച ആൾക്കാരൊക്കെ നമ്മളെ തെറ്റിദ്ധരിക്കുന്ന പോലെയാണ്. ഇവരാണെങ്കിൽ മാറി മാറി ഹോട്ട് വാട്ടറിലും കോൾഡ് വാട്ടറിലും ഇറങ്ങുന്നുണ്ട്. ആക്ച്വലി ഈ ഭാഗം ഭയങ്കര പൊളിയാണ് ഗൈസ്, നിങ്ങൾ ഓൾറെഡി ഇത് കണ്ടു കാണുമല്ലോ. ഈ ഭാഗം ഒരിക്കലും മിസ് ചെയ്യരുത്. ബാത്തൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന് രണ്ടുപേരും ക്യാമറ നോക്കി മസിലൊക്കെ ഫ്ലെക്സ് ചെയ്യുന്നുണ്ട്. ജങ്കുക്കാണെങ്കിൽ മാക്സിമം ഫ്ലെക്സ് ചെയ്ത് എല്ലാരും ഇംപ്രസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ജങ്കുന്റെ ബോഡി ആണെങ്കിൽ ഒരു രക്ഷയില്ല. ഇത് കഴിഞ്ഞുള്ള സീനിൽ രണ്ടുപേരും ഒരു ക്യൂട്ട് ആയിട്ടുള്ള നൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ട് വരുന്നുണ്ട്. കുറച്ചു മുമ്പ് ആ ബാത്തിൽ കണ്ടവരാന്ന് ഇവരെ കണ്ടാലേ തോന്നത്തില്ല. ജിമ്മിനാണെങ്കിൽ ഡൈനാമൈറ്റിലെ സ്റ്റെപ്പ് ഒക്കെ കാണിക്കുന്നുണ്ട്. ആളിടയ്ക്ക് വെച്ച് മറന്നു പോയിട്ട് സ്വന്തമായിട്ടുള്ള സ്റ്റെപ്പ് ഒക്കെ ഇടുമ്പോൾ ജങ്കുക്ക് പറയുന്നുണ്ട്, ഇത് നീ നിനക്ക് വേണ്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണോ? ഇതൊക്കെ കഴിഞ്ഞ് ജങ്കുക്കാണെങ്കിൽ നേരെ പാട്ടൊക്കെ പാടി എക്സൈറ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം നേരെ ഡിന്നർ കഴിക്കാനാണ് പോകുന്നതെന്ന്. അവിടെയാണെങ്കിൽ ടേബിളിൽ ഗ്രാൻഡ് ആയിട്ട് ഫുഡൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ജങ്കുക്കും ജിമ്മിനും എക്സൈറ്റഡ് ആയിട്ട് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ ഇവർ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. പിന്നെ കുറെ മിനിറ്റുകളോളം ഓൺലി തീറ്റ. ഇതിനിടയിൽ ജിമ്മിനിടയ്ക്ക് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് ഫുഡിന്റെ. ഫുഡെല്ലാം കഴിച്ച് നേരെ റൂമിൽ വന്നു കഴിഞ്ഞ് രണ്ടുപേരും ബോറടിച്ചിരുന്നപ്പോ ജങ്കുക്ക് എന്നാ നമുക്കൊന്ന് ചീട്ട് കളിച്ചാലോ എന്ന്. ജിമ്മിനാണെങ്കിൽ അത് എഗ്രീം ചെയ്തു. ഇത്തവണ തോക്കുന്നയാള് 5 പുഷപ്പ് അടിക്കണം. ഗെയിം തുടങ്ങിയപ്പോ തന്നെ ഐശ്വര്യമായിട്ട് ജിമ്മിനാണ് തോറ്റ് തുടങ്ങിയത്. അങ്ങനെ ഐശ്വര്യം കൊണ്ട് ജിമ്മിനാണെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് തോറ്റ് പുഷപ്പ് അടിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ജിമ്മിൻ പറയുന്നുണ്ട്, ഇതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ബെറ്റ് ഒന്നും വെക്കാത്തേന്ന്. അപ്പോൾ ജിമ്മിൻ തന്നെ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്താലോ നമുക്ക് പുഷപ്പ് മാറ്റിയിട്ട് സ്ക്വാട്ട് ആക്കാന്ന്. ജങ്കുക്ക് അത് എഗ്രി ചെയ്യുന്നുണ്ട്. എഗ്രി ചെയ്ത് കുറച്ചു കഴിഞ്ഞപ്പോ ജങ്കുക്ക് തോക്കാൻ തുടങ്ങി. പിന്നെ രണ്ടുപേരും ഒരു ടൈപ്പിലായി. അങ്ങനെ ഇവര് ഫണ്ണിന് തുടങ്ങിയ ചീട്ടുകളി ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു വർക്കൗട്ടിൽ അവസാനിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും ഒരു മെസ്സിൽ നിന്ന് പല്ലൊക്കെ തേക്കുന്നുണ്ട്. ഈ സീൻ കഴിഞ്ഞ് കാണിക്കുന്നത് ഇവര് കിടക്കാൻ പോകുന്നതാണ്. ജങ്കുക്കാണെങ്കിൽ അതിന് മുന്നേ വന്ന് എല്ലാ ക്യാമറയോടും ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. ജങ്കുക്കാണെങ്കിൽ എന്തൊരു കരുതലാണ്. ജങ്കുക്ക് ഒരു കെയറിങ് ഏത്തായി തന്നെ. ജങ്കുക്കാണെങ്കിൽ ഒരു ക്യാമറ പോലും വിട്ടുപോകാതെ എല്ലാ ക്യാമറയോടും വന്ന് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. ഈ പ്ലേസ് നല്ല അടിപൊളിയാണെന്നും പറയുന്നു. ഇത് കഴിഞ്ഞ് രണ്ടുപേരും വന്ന് ബെഡിൽ കിടക്കുന്നുണ്ട്. ഇടയ്ക്ക് എന്തോ ഫോണിലൊക്കെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെയൊക്കെ പോലെ തന്നെ. ജിമ്മിനാണെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ജങ്കുക്ക് എന്നാ നിനക്ക് കിടന്ന് ഉറങ്ങാൻ മേലെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കിടക്കാൻ വേണ്ടി വരുമ്പോഴത്തേന് ജങ്കുക്ക് നൈസായിട്ട് ലൈറ്റ് ഓൺ ആക്കുന്നുണ്ട്. ജിമ്മിനാണെങ്കിൽ ഇവൻ എന്തുവായി കാണിക്കുന്നതെന്നുള്ള രീതി നോക്കുന്നു. അത് കഴിഞ്ഞ് ജങ്കുക്ക് ലൈറ്റ് ഓഫ് ആക്കിയപ്പോഴത്തേന് ജിമ്മിന്റെ സൈഡിൽ ലൈറ്റ് ഓൺ ആക്കി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഓണും ഓഫും ആക്കി റിവെഞ്ച് കളിക്കും. ജങ്കുക്കാണെങ്കിൽ ഒരു ഗോസ്റ്റ് സിനിമയിലൊക്കെ ലൈറ്റ് കെടുക, മിന്നുന്ന കത്തുന്ന അതുപോലത്തെ രീതിയിലൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ജിമ്മിനാണെങ്കിൽ ഈ ജങ്കുക്കിനെ കൊണ്ട് വലിയ തൊല്ലയായാലും ഒന്ന് കിടന്ന് ഉറങ്ങും മോനെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അടുത്തത് നെക്സ്റ്റ് മോർണിംഗ് സീനാണ് കാണിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കാണിക്കുന്നത്. സ്നോയും സീനറിയൊക്കെ അടിപൊളി. പ്ലേസ് കണ്ടാൽ നമുക്ക് പോകണമെന്ന് തോന്നും, പക്ഷെ പോകാൻ പറ്റില്ലല്ലോ, പൈസ നെയ്യേ, അല്ലെങ്കിൽ പോകായിരുന്നു നമുക്ക്. പിന്നത്തെ സീനില് ജങ്കുക്കാണെങ്കിൽ ലിവിംഗ് റൂമിലെ സോഫയിൽ കിടക്കുന്നതാണ് കാണിക്കുന്നത്. ജിമ്മി വന്ന് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാണ് ഇവിടെ വന്ന് കിടന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഭയങ്കര ഹോട്ട് ആയതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ജിമ്മിനാണെങ്കിൽ അത് പറഞ്ഞ് ചിരിച്ചോണ്ട് പോകുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ജങ്കുക്ക് പതിയെ ഉണരുന്നുണ്ട്. ആള് കുറച്ച് കിളി പോയ പോലൊക്കെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഓർക്ക് ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്. തന്നെ ജങ്കുക്ക് ഓടിപ്പോയി കിച്ചണിൽ പോയി ഒരു ബ്രെഡ് എടുത്തുകൊണ്ട് വന്നിരുന്ന് കഴിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ കിളി പോയിരുന്ന് ആലോചിച്ചത് എന്ത് ഫുഡ് ഇനി അടുക്കളയിൽ ഉണ്ടെന്നാണെന്ന് തോന്നുന്നു. ജങ്കുക്കാണെങ്കിൽ ആ ബ്രെഡ് കമുകുമാന്ന് കടിച്ചോണ്ടിരിക്കുമ്പോൾ ജിമ്മിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നു. ജങ്കുക്കാണെങ്കിൽ ഇതെനിക്ക് തോന്നുന്നതാണോ എന്നുള്ള രീതിയിൽ കിറങ്ങി എക്സ്പ്രഷൻ വെച്ചിരിപ്പുണ്ട്. ജിമ്മിന് എന്താ അവിടെ സംഭവിക്കുന്നതെന്നൊന്നും നമ്മളെ കാണിക്കുന്നില്ല. ജിമ്മിന് എന്തിനോ പോയി പെട്ടിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ആള് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് എന്തൊക്കെയോ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ജങ്കുക്കാണെങ്കിൽ അത് കേട്ടിട്ട് എന്നാന്നുള്ള രീതിയിൽ ഇരിക്കും. പക്ഷെ ജങ്കുക്ക് കൂടുതലും ഫോക്കസ് ബ്രെഡിലായിരുന്നു. സബ് ടൈറ്റിലാണെങ്കിൽ ജങ്കുക്ക് പറയുന്നതായിട്ട് വരുന്നുണ്ട്, എന്തായാലും ആട്ടെ ഞാൻ എന്റെ ഫുഡ് കഴിക്കട്ടെ. നെക്സ്റ്റ് ഭാഗത്ത് ഇവർ രണ്ടുപേരും എവിടെയോ പോകാനായിട്ട് റെഡി ആകുകയാണ്.
പിന്നെ കാണിക്കുന്നത് ജിമ്മിന്റെ ബ്യൂട്ടീഷ്യനാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ മുഖത്ത് തേക്കുന്നുണ്ട്. വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേനുള്ള ക്രീംസ് ഒക്കെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ജങ്കുക്കിന്റെ ബ്യൂട്ടീഷ്യൻ കണ്ടായിരുന്നു. ഇത്തവണ ജിമ്മിന്റെയാണ്. ഓ, തൊട്ടുപുറകെ ജങ്കുക്കും വന്ന് ജോയിൻ ആവുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഈ എപ്പിസോഡ് കണ്ടോണ്ടാണ്. ഇതൊക്കെ കഴിഞ്ഞ് പാക്ക് ഒക്കെ ചെയ്ത് ഡ്രസ്സ് മാറുന്നതിനിടയിൽ രണ്ടുപേരും അടിപിടിക്കുന്നുണ്ട്. ജങ്കുക്കാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറി വേറൊരു ഡ്രസ്സ് ഇടാൻ വരുമ്പോഴത്തേനാണ് ജിമ്മിനെ അടിപിടിക്കുന്നത്. ജങ്കുക്കാണെങ്കിൽ ജിമ്മിനായിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാൻ നോക്കുന്ന പോലെയൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. ജിമ്മിനാണെങ്കിൽ കുറച്ച് ഡ്രസ്സൊക്കെ എന്തൊക്കെ ചെയ്ത് കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ പോലെ കാണിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ജിമ്മിൻ ഇങ്ങനെ അഭിനയിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ടോണില്. ജങ്കുക്കാണെങ്കിൽ ആദ്യം തന്നെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെളിയിലോട്ട് ഇറങ്ങി. ജിമ്മിനാണെങ്കിൽ ജങ്കുക്കിനെ കാണുന്നില്ല. പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി വന്നപ്പോൾ ജങ്കുക്കാണെങ്കിൽ ഉത്തരവാദിത്വം ഇല്ലാതെ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. ജിമ്മിനാണെങ്കിൽ ജങ്കുക്കിന്റെ ജാക്കറ്റ് ഒക്കെ പെട്ടി എടുത്ത് വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. ഇതെല്ലാമായിട്ട് ഒരു വിധത്തിൽ താഴെ എത്തിയ ജിമ്മിനാണെങ്കിൽ ജങ്കുക്കിനോട് പറയുന്നു, നീ എവിടെയായിരുന്നു? നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ, ഡ്രസ്സൊക്കെ വെളിയിലിട്ടിട്ടാണോ പോയിരിക്കുന്നത്? ജങ്കുക്കാണെങ്കിൽ ഓ, നിന്റെ ഡ്രസ്സായിട്ട് വന്നല്ലേ, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരോട് ഒരുമിച്ച് പോകുന്നുണ്ട്. ഇവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യുമ്പോൾ ജങ്കുക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്. ജിമ്മിനാണെങ്കിൽ ഈ പ്ലേസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ജങ്കുക്കിനാണെങ്കിൽ വെട്ടം അടിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സൺലൈറ്റ് അടിച്ചിട്ടാണെന്ന് തോന്നുന്നു. കാറ് നേരെ ഒരു ഫുഡിന്റെ സ്പോട്ട് നിർത്തിട്ട് ജങ്കുക്ക് ഫുഡ് മേടിച്ച് തിരിച്ച് കാറ് വന്നിട്ട് രണ്ടുപേരോട് ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് കണ്ടിന്യൂ ആയിട്ട് ട്രാവലിംഗ് തുടരുന്നു. ഇവിടുന്ന് നേരെ കണ്ടിന്യൂ ചെയ്യുന്ന ജേർണിയിൽ ഇവർ സ്നോ ബോർഡിങ്ങിന് വേണ്ടിയാണ് പോകുന്നത്. സ്പോട്ടിലെത്തി കഴിയുമ്പോൾ ജിമ്മിനാണെങ്കിൽ ജങ്കുക്കിനോട് ഡ്രൈവ് ചെയ്തതിന് നന്ദിയൊക്കെ പറയുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തോട്ടെ എന്ന് ജങ്കുക്കിനോട് ചോദിക്കുമ്പോൾ ജങ്കുക്ക് പറയുന്നുണ്ട് വേണ്ടെന്ന്. അപ്പൊ ജിമ്മിൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ വിശ്വാസം ഇല്ലല്ലേ എന്ന്. അങ്ങനെ പറഞ്ഞ് അവർ ചിരിച്ചോണ്ട് അങ്ങോട്ട് പോകുന്നു. ഇവര് നേരെ വന്നിരിക്കുന്നത് സ്കൈ റിസോർട്ടിലേക്കാണ്. അവിടെ സ്നോ ബോർഡിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഗൈസ്, അവരങ്ങനെ സ്നോ ബോർഡിങ് തുടങ്ങി. ഈ ഭാഗം അടിപൊളിയാണ്. ജിമ്മിനാണെങ്കിൽ കുറച്ച് ശ്രമിക്കുന്നൊക്കെ ഉണ്ട് ചെയ്യാനൊക്കെ. ആളാണെങ്കിൽ വീണോണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ദയനീയ അവസ്ഥയാണെങ്കിൽ ഇത് കാണുമ്പോൾ ശരിക്കും ചിരി വരും. ജങ്കുക്കാണെങ്കിൽ ഒരു പ്രോ റൈഡറിനെ പോലെ സ്നോ ബോർഡിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആള് പിന്നെ വീണു. ജങ്കുക്കാണെങ്കിൽ ഇതൊക്കെ രസമല്ലേ ആശ എന്നുള്ള രീതിയിൽ പതുക്കെ എണീറ്റ് വന്നിട്ട് വീണ്ടും ഒരു പ്രോ റൈഡറിനെ പോലെ ഓടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഓർക്കും ആള് സെറ്റായെന്ന് വെച്ച് വരുമ്പോൾ ആ സ്പോട്ടിൽ ജങ്കുക്ക് പിന്നെ വീഴുന്നുണ്ട്. പിന്നെ ജങ്കുക്ക് എണീക്കുന്നു വീഴുന്നു. അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ ജങ്കുക്കാണെങ്കിൽ ഓൾമോസ്റ്റ് സെറ്റായി വന്ന് കുറച്ച് ദൂരത്തോളം സ്നോ ബോർഡിങ് ചെയ്തു. പതിയെ ആള് പിന്നെയും വീഴും. തല കുത്തിയൊക്കെയാണ് വീഴുന്നത്. ആൾക്കൊരു വിഷയമില്ലെന്ന് തോന്നുന്നു. ചിരിച്ചോണ്ടൊക്കെയാണ് ചാടി എണീക്കുന്നത്. പിന്നത്തെ സീനിൽ ജിമ്മിനാണ് കാണിക്കുന്നത്. ജിമ്മിനാണെങ്കിലും മഞ്ഞിക്കൂടെ ഇഴഞ്ഞൊക്കെ വരുന്നുണ്ട്. വീണിട്ട് പതി എണീറ്റ് വരുന്നേ ഉള്ളായിരുന്നെന്ന് തോന്നുന്നു. അവിടുന്ന് എണീറ്റ് വരുമ്പോൾ ജിമ്മിൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കാണിച്ചു തരാം എത്ര പെട്ടെന്ന് ഞാനിത് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് എണീറ്റപ്പോഴേ ജിമ്മിൻ പിന്നെ വീണു. ഗീവപ്പ് ചെയ്യില്ലെന്ന് സബ്ടൈറ്റിൽ വന്നപ്പോഴേ വീണ്ടും പിന്നെ ജിമ്മിൻ താഴെ. ജിമ്മിനാണെങ്കിൽ ഗീവപ്പ് ചെയ്യുന്നില്ല. ആള് പിന്നെ ട്രൈ ചെയ്യാൻ നോക്കുമ്പോഴത്തേന് അവിടെ നിന്ന് ഇൻസ്ട്രക്ടറിനെയും കൂടെ വീഴ്ത്താനായിട്ട് നോക്കുന്നുണ്ട്. ആ ഇൻസ്ട്രക്ടർ ആണെങ്കിൽ ജിമ്മിന്റെ അടുത്തൊന്ന് മാറി നിന്നപ്പോൾ ജിമ്മിനാണെങ്കിൽ ഓടിപ്പോയി അടുത്ത ഇൻസ്ട്രക്ടറിനെ മറിച്ചിട്ടു. ആ പുള്ളിയാണെങ്കിൽ നിലത്ത് വീഴുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജിമ്മിനും ആ ഇൻസ്ട്രക്ടറും കൂടെ നിലത്ത് കിടപ്പുണ്ട്. എന്നിട്ട് ജിമ്മിനെ നിലത്ത് കിടന്നിട്ട് ആ ഇൻസ്ട്രക്ടറിനോട് ചോദിക്കുന്നേ, നിങ്ങൾ എങ്ങനെയോട് ഇപ്പൊ താഴെ വീണെന്നുള്ള രീതിയിൽ. ജിമ്മിനാണെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് വീണ്ടും ശ്രമിക്കുന്നുണ്ട്. ആളാണെങ്കിൽ വീണോണ്ടേ ഇരിക്കുവാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും സഹതാപം തോന്നും. അതുപോലാണ് എപ്പോഴും വീണോണ്ടേ ഇരിക്കുവാണ്. എന്നാലും ഗീവപ്പ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് സീനിൽ ജങ്കുക്ക് ഒരു പ്രോ റൈഡർ ആയിട്ടാണ് കാണിക്കുന്നത്. ആളാണെങ്കിൽ ആ സ്നോ ബോർഡിങ്ങിൽ എന്തൊക്കെ കിടന്ന് കാണിക്കുന്നുണ്ട്. അത് വെച്ച് ചാടുന്നു, ഓടുന്നു, ഭയങ്കര സ്പീഡിലൊക്കെയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് ജിമ്മിനെ കാണിക്കുന്നത് കുറച്ച് ദയനീയമാണ്. ആള് സ്നോയിൽ അങ്ങ് കിടക്കുകയാണ് ഗീവപ്പ് ചെയ്ത്. ഇത് കഴിഞ്ഞ് ഇവര് നേരെ സ്കൈ ട്രൈ ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഇതിലാണെങ്കിൽ രണ്ടുപേരും പ്രോ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ജിമ്മിനാണെങ്കിൽ ഇടയ്ക്ക് ഏതോ കാട്ടിലൊക്കെ പോയി വീഴുന്നുണ്ടെങ്കിൽ ആള് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ട്. ജങ്കുക്കാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് പോയി ഭയങ്കര സ്പീഡിലായിട്ടാണ്. എനിക്ക് ടെമ്പിൾ റൺ ഒക്കെ കളിക്കുന്ന പോലെ തോന്നി. ആള് കറക്റ്റ് സ്പോട്ടിൽ പോയിട്ട് എത്തുന്നുണ്ട്. ജിമ്മിലും സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ആള് ലാൻഡ് ചെയ്യുന്നത് കിടന്നാണെന്നേ ഉള്ളൂ. അവസാനം കാണിക്കുമ്പോൾ രണ്ടുപേരും ഓൾമോസ്റ്റ് നന്നായിട്ടൊക്കെ പ്രോ റൈഡേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ജിമ്മി പറയുന്നുണ്ട് എന്റെ മുഖമൊക്കെ നല്ല ഫ്രീസ് ആയിട്ടുണ്ടെന്ന്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുന്നിടത്ത് ആ എപ്പിസോഡ് അവിടെ തീരുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ ആർമീസ്.